ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സ്വമേധയാ കേസെടുക്കാനാകില്ല എന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി. എന്ത് തരത്തിലുള്ള പരിഹാരമാർഗം വേണ്ടത് എന്ന് പരാതിക്കാർ മുന്നോട്ട് വന്ന് പറയണം. തൊഴിൽ മേഖലയിൽ പ്രശ്നങ്ങൾ നേരിട്ടാൽ പരാതിയുമായി സ്ത്രീകൾ നേരിട്ട് വരണം. റിപ്പോർട്ടിൽ നിയമപരമായ സാധ്യതകൾ പരിശോധിച്ച് നടപടി സ്വീകരിക്കുമെന്നും സതീദേവി പറയുന്നു. കോൺഫിഡൻഷ്യൽ ആയിട്ട് നൽകിയിട്ടുള്ള കമ്മിറ്റിയുടെ മൊഴി, ആ കമ്മിറ്റിക്ക് മുമ്പാകെ നൽകിയിട്ടുള്ള മൊഴി, ആ കമ്മിറ്റി തന്നെ പറഞ്ഞിട്ടുള്ളത് കമ്മിറ്റി തന്നെ അങ്ങനെ ഒരു നിർദ്ദേശം സർക്കാരിന്റെ മുമ്പാകെ വെച്ചിട്ടില്ല. അപ്പൊ തീർച്ചയായിട്ടും ഈ ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആളുകൾക്ക് അവരുടെ വ്യക്തിഗതമായിട്ടുള്ള വിവരങ്ങൾ, അവരുടെ പേര് പോലും അവർ ഇതുവരെയും പരസ്യപ്പെടുത്തിയിട്ടില്ല. ആർക്കെതിരായിട്ടാണോ പരാമർശങ്ങൾ ഉണ്ടായിട്ടുള്ളത് അത്തരത്തിലുള്ള പരാമർശത്തിന് വിധേയരായിട്ടുള്ള ആളുകളുടെ വിവരവും ഇതുവരെ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടില്ല. കമ്മീഷനും അതിനെ സംബന്ധിച്ച് കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലായിട്ടില്ല. തീർച്ചയായിട്ടും ഈ മേഖലയിൽ ഒട്ടനവധി പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളതും ആ പ്രശ്ന പരിഹാരത്തിന് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കപ്പെടണം എന്നുള്ളതുമായിട്ടുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അപ്പോൾ എന്ത് തരത്തിലുള്ള നടപടികളാണ്, പരിഹാര മാർഗങ്ങളാണ് തങ്ങൾക്ക് വേണ്ടത് എന്ന് ഈ മൊഴി നൽകിയിട്ടുള്ള സ്ത്രീകൾക്ക് തന്നെ പറയാവുന്നതാണ്. വനിതാ കമ്മീഷൻ ആഗ്രഹിക്കുന്നത് നല്ല ആത്മധൈര്യത്തോടുകൂടി അങ്ങനെ പരാതിപ്പെടാൻ ഏത് തൊഴിൽ മേഖലയിലുള്ള സ്ത്രീകൾ മുന്നോട്ട് വരണം എന്നുള്ളതാണ്. വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ചേരുകയാണ്. ദിസ്ന, വനിതാ കമ്മീഷൻ അധ്യക്ഷ എന്താണ് ഈ പറയുന്നത്? വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല എന്ന് പറയുന്നു. സമ്പൂർണ്ണമായ വിവരമല്ലേ സർക്കാരിന് കൊടുത്തത്? പ്രസിദ്ധീകരിച്ചത് സ്വകാര്യതയെ മാനിക്കുന്ന വിവരങ്ങൾ പുറത്തു വരാതിരിക്കാൻ കുറച്ച് ഭാഗങ്ങൾ എഡിറ്റ് ചെയ്ത് ബാക്കി ഭാഗങ്ങളാണ് പ്രസിദ്ധീകരിച്ചത്. പക്ഷേ സർക്കാരിന് മുഴുവൻ റിപ്പോർട്ടും സമർപ്പിച്ചിട്ടുണ്ട്. ഈ സമർപ്പിച്ചത് കൂടാതെ ഈ വനിതാ താരങ്ങൾ, ഈ നടിമാർ ഇനി വനിതാ കമ്മീഷൻ്റെ ഓഫീസുകൾ കയറി ഇറങ്ങി പരാതി കൊടുക്കണമെന്ന് തന്നെയാണോ സതീദേവി പറയുന്നത്? ദിസ്ന, വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു വിചിത്രവാദവുമായി ഇപ്പോൾ സതീദേവി, വനിതാ കമ്മീഷൻ അധ്യക്ഷ, രംഗത്തെത്തിയിരിക്കുന്നത്. അവർ പറയുന്നത് ആധികാരികമായി ഈ ഒരു സംഭവത്തിൽ പരാതി ലഭ്യമായാൽ മാത്രമേ തങ്ങൾക്ക് നേരിട്ട് കേസ് എടുക്കുവാൻ കഴിയുകയുള്ളൂ. ഹൈക്കോടതിയുടെ നോട്ടീസ് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ സംഭവത്തിൽ സ്വമേധയാൽ കേസ് എടുക്കാൻ കഴിയില്ല എന്നൊരു നിലപാടിൽ തന്നെയാണ് വനിതാ കമ്മീഷൻ അധ്യക്ഷ അല്പസമയം മുൻപ് കോഴിക്കോട് വെച്ച് മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കിയത്. പ്രധാനമായും ഹൈക്കോടതിയുടെ നോട്ടീസ് കിട്ടിയാൽ ഉടൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നാണ് അവർ പറഞ്ഞത്. സ്വകാര്യത മാനിച്ചുകൊണ്ട് റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കണമെന്നായിരുന്നു വനിതാ കമ്മീഷൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ടെടുത്ത നിലപാട് എന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ തന്നെ പരാതിക്കാർക്ക് നീതി ലഭ്യമാക്കാൻ സർക്കാർ നേരിട്ട് മുന്നോട്ട് വരേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്നും പറഞ്ഞു. ഇത്തരത്തിൽ ആർക്കാണോ പരാതിയുള്ളത് അവർ ആധികാരികമായി രേഖാമൂലം ഒരു പരാതി നൽകിയാൽ മാത്രമേ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കേസെടുക്കുവാനുള്ള നിർവാഹമുള്ളൂ എന്നൊരു കാര്യം തന്നെയാണ് ഇപ്പോൾ വനിതാ കമ്മീഷൻ അധ്യക്ഷ വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ തൊഴിൽ മേഖലയിൽ പ്രശ്നങ്ങൾ നേരിട്ടാൽ പരാതിയുമായി സ്ത്രീകൾ തന്നെ രംഗത്ത് വരേണ്ട ഒരു സാഹചര്യമുണ്ട്. അതവർ നേരിട്ട് തന്നെ വരേണ്ടത് ആവശ്യകതയാണ്. നിയമസഹായത്തിനുള്ള എല്ലാ വഴികളും ഉണ്ട് എന്നൊരു കാര്യവും വ്യക്തമാക്കുന്നു. എങ്കിൽ പിന്നെ ഈ ഹേമ കമ്മിറ്റിയുടെ ആവശ്യമില്ലായിരുന്നല്ലോ ദിസ്ന. ഈ സതീദേവി പറയുന്നത് വെച്ചിട്ടാണെങ്കിൽ പരാതിയുള്ളവർ നേരിട്ട് വന്ന് വനിതാ കമ്മീഷനിൽ പരാതി കൊടുക്കണമായിരുന്നുവെങ്കിൽ ഈ ഇത്തരത്തിലൊരു ഹേമ കമ്മീഷൻ ഒന്നും രൂപീകരിക്കേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. സതീദേവി പറയുന്നത് കേട്ടാൽ എല്ലാം വനിതാ കമ്മീഷൻ വന്ന് നേരിട്ട് പരാതി നൽകിയാലേ കേസെടുക്കൂ എന്ന് പറയുന്ന വിചിത്രമായ വാദം. ദിസ്ന, തീർച്ചയായും വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ അത്തരത്തിലുള്ള ഒരു വിചിത്രവാദത്തിലേക്ക് തന്നെയാണ് വനിതാ കമ്മീഷൻ അധ്യക്ഷ ഇപ്പോൾ എത്തിയിരിക്കുന്നത് എന്ന് തന്നെയാണ് നമുക്ക് വളരെ വ്യക്തമായി പറയാൻ കഴിയുന്നത്.